അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോ എല്ലാ മടിയന്മാർക്കും വേണ്ടിയുള്ളതാണ്. ഒരുപാട് പേര് പറയാറുണ്ട്, എനിക്ക് മുടങ്ങാതെ നിസ്കരിക്കണം എന്നുണ്ട്, കൃത്യമായി ഖുർആൻ ഓതണം എന്നുണ്ട്, ഒരുപാട് സ്വലാത്ത് എടുക്കണം എന്നുണ്ട്, ഒരുപാട് ദിക്റ് എടുക്കണം എന്നുണ്ട്, തഹജ്ജുദിനും സുബഹിക്കും ഒക്കെ നേരത്തെ എണീറ്റ് നിസ്കരിക്കണം എന്നുണ്ട്. പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല. എല്ലാത്തിനോടും മടിയാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഏത് സൂറത്താണ് ഓതേണ്ടത്? ഞാൻ നിസ്കരിക്കാതെ ഖുർആൻ ഓതാതെ സ്വലാത്ത് എടുക്കാതെ എൻ്റെ ഓരോ ദിവസവും പോകുന്തോറും എനിക്ക് പേടിയാവാണ്. പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അതിനുള്ള പ്രാർത്ഥന പറഞ്ഞു തരണം. ഇതുപോലുള്ള ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിട്ടും മടി കാരണം ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സൂറത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോണത്. ഈ സൂറത്തുകൾ ഓതിയാൽ നമ്മുടെ ഇബാദത്തിനോടുള്ള മടി മാത്രമല്ല, ഉമ്മമാർക്കാണെങ്കിൽ അവരുടെ വീട്ടിലെ ജോലികൾ ചെയ്യാനുള്ള മടി തോന്നിയാൽ, ഉപ്പമാർക്ക് അവരുടെ പുറത്തുള്ള ജോലി ചെയ്യാൻ മടി തോന്നിയാൽ, പഠിക്കാനുള്ള മടി തോന്നിയാൽ, അങ്ങനെ എന്ത് കാര്യത്തിനും മടി തോന്നിയാലും ഈ സൂറത്ത് ഓതിയാൽ മതി. ഈ സൂറത്തുകൾ ഓതിക്കൊണ്ട് നമ്മുടെ മടിയും അലസതയും മാത്രമല്ല, നമ്മുടെ ക്ഷീണവും മാറും. പിന്നെ നമ്മുടെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഉറക്കം പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ മാറി നല്ല എനർജറ്റിക് ആവും ട്ടോ. നമ്മൾ നല്ല സ്വഭാവമുള്ളവരായി മാറാനും ദീനിയായി നടക്കാനും ഈ സൂറത്തുകൾ സഹായിക്കും. മക്കൾ നന്നാവാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മടിയും ക്ഷീണവും മോശം വഴിയിലൂടെ ഉള്ള നടത്തവും അവസാനിക്കാനും നിസ്കരിക്കാൻ തോന്നാനും ദീനിയായി നടക്കാൻ തോന്നാനും ഈ സൂറത്ത് ഓതാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മടിക്കും ക്ഷീണത്തിനും അലസതയ്ക്കുള്ള കാരണം എന്താണ് എന്നാണ് ട്ടോ. ചില ആളുകൾക്ക് രോഗം കാരണം ക്ഷീണം മടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഡോക്ടറെ കാണിച്ച് ആദ്യം ചികിത്സ തേടണം. പിന്നെ സോഷ്യൽ മീഡിയ, ഫിലിംസും ഇവയെല്ലാം അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ അവർ തന്നെ സ്വയം മനസ്സിലാക്കി നിസ്കരിക്കാനും ഖുർആൻ ഓതാനുള്ള സമയം കണ്ടെത്തണം. മനസ്സിൽ സ്ട്രെസ് ആയിട്ട് നടക്കുന്നവർ അത് ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം ട്ടോ. ഇനി മടിയും ക്ഷീണവും മാറ്റാനുള്ള ആദ്യത്തെ വഴി, നമ്മുടെ എല്ലാ ഫർദ് നിസ്കാര ശേഷവും അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയും ദിക്റും ഒക്കെ എടുത്ത് അലൻ നശ്ർ സൂറത്ത് 3 വട്ടം ഓതുക. നിസ്കാരമൊക്കെ ഒരുപാട് കഴിഞ്ഞ് ഓതരുത്. നിസ്കാരത്തിനോട് ചേർന്ന് തന്നെ ഓതാൻ നോക്കണം. ഇനി രണ്ടാമത്തെ മാർഗം, സൂറത്ത് അംബിയ 3 വട്ടം അല്ലെങ്കിൽ സൂറത്ത് നഹ്ൽ 7 വട്ടം ഓതുക. ഇഷ്ടമുള്ള ഏതെങ്കിലും സൂറത്ത് ഓതിയാൽ മതി ട്ടോ. കുറച്ച് വലിയ സൂറത്താണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് ഓതാം, എപ്പോൾ വേണേലും ഓതാം. സൂറത്ത് അംബിയ 3 വട്ടം ഓതിയതിന് ശേഷം അല്ലെങ്കിൽ സൂറത്ത് നഹ്ൽ 7 വട്ടം ഓതിയതിന് ശേഷം അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കാം. ഇനി മൂന്നാമത്തെ മാർഗം, എല്ലാ ഫർള് നിസ്കാര ശേഷവും 17 ആയത്തുൽ കുർസി 17 ദിവസം തുടർച്ചയായി ചെയ്യുക. ഈ പറഞ്ഞ 3 മാർഗത്തിൽ ഏതെങ്കിലും ഒരു മാർഗം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴുമുള്ള മടിയും ക്ഷീണവും ഒക്കെ മാറി നല്ല എനർജിക്കായി വരും ട്ടോ ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.